ഓം ശാന്തി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് രണ്ട് കൂട്ടുകാരുടെ കഥ പറഞ്ഞു തരണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഒരു ഗ്രാമത്തിൽ രണ്ട് നല്ല ചെറുപ്പക്കാരുണ്ടായിരുന്നു. നല്ല ആരോഗ്യവാന്മാരായിട്ടുള്ള ചെറുപ്പക്കാർ. അവർക്ക് പല വഴി നോക്കിയിട്ടും ജോലിയൊന്നും തരപ്പെട്ടില്ല. ഒരു ദിവസം ഒരു പത്രം നോക്കിയപ്പോൾ ഒരു ആഡ് കണ്ടു. അടുത്ത ഗ്രാമത്തിൽ വെള്ളം കൊണ്ടു കൊടുക്കാനുള്ളൊരു ജോലിയുണ്ട്. ഒരു ദിവസം വെള്ളം കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് $5 കിട്ടും. അങ്ങനെ $5 ഒരു ദിവസം ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുകൊടുത്താൽ കിട്ടുമെന്നാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പൈസ ഉണ്ടാക്കാൻ നല്ലൊരു വഴിയാണല്ലോ. അങ്ങനെ രണ്ടുപേരും കൂടി പോയി അവിടുത്തെ ഏഡ് കൊടുത്തത് ആ ഗ്രാമത്തിലെ മുഖ്യനായിരുന്നു. ഗ്രാമമുഖ്യനെ കണ്ടു. അയാൾ തീർച്ചയായിട്ടും അവർക്ക് ആ ജോലി കൊടുക്കാൻ തയ്യാറായി. പക്ഷെ പറഞ്ഞു, നിങ്ങൾ ആദ്യം പോയിട്ട് വെള്ളം കൊണ്ടുവരുന്ന സ്ഥലം ഒന്ന് കണ്ടു നോക്ക്, അവിടെ പോയിട്ട് നിങ്ങൾ പറ്റുമെന്ന് ആദ്യം പറയും, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറയും. അങ്ങനെ പോയി നോക്കുമ്പോൾ ഒരു മല കയറി പോകണം. ആ ഒരു കയറ്റം കയറി ഒരിറക്കം ഇറങ്ങി അവിടെ നിന്ന് വേണം വെള്ളം കൊണ്ടുവരണമെങ്കിൽ. അവിടെ നിന്ന് വെള്ളം എടുത്ത് ഇവിടം വരെ എത്തുക എന്നുള്ളത് കുറച്ച് റിസ്ക് ഉള്ള പണി തന്നെയാണ്. പക്ഷെ കുഴപ്പമില്ല, നല്ല ആരോഗ്യമുണ്ട് നമുക്ക്. മല കയറാനോ ഇറങ്ങാനോ പോലും പ്രയാസമില്ല. പിന്നെ ഒരു നല്ല കയറ്റം കയറി ഇറങ്ങാനായിട്ട് കുറച്ച് ദൂരം നടക്കാനുണ്ട്. രണ്ടുപേരും സമ്മതിച്ചു. രണ്ടുപേരും കൂടെ അവരുടെ വെള്ളം കൊണ്ടുവരാനുള്ള പാത്രങ്ങളെടുത്ത് പോയി വെള്ളം കൊണ്ടുവന്നു കൊടുത്തു. ഒരു പ്രാവശ്യം വെള്ളം കൊണ്ടുവന്നപ്പോൾ $5. ഒരു ദിവസം 5-10 പ്രാവശ്യം അവർ പോയി വന്നു. അങ്ങനെ 10 പ്രാവശ്യം പോയി വന്നപ്പോഴത്തേക്കും അവർക്ക് $50 ഒരു ദിവസം സമ്പാദിക്കാൻ പറ്റി. രണ്ടാൾക്കും വലിയ സന്തോഷമായി പോയി. ജീവിതത്തിൽ ഒരു പച്ചപ്പ് വന്നു എന്ന് തോന്നിപ്പോയി. അങ്ങനെ 1 മാസം 2 മാസം ഇവർ ജോലി തുടർന്നുകൊണ്ടേയിരുന്നു. നല്ലൊരു നിക്ഷേപം രണ്ടുപേർക്കും ആയി തുടങ്ങി. ചെലവിന് അത്രയൊന്നും പൈസ വേണ്ടല്ലോ, സുഖമായിട്ട് ജീവിക്കാനായി. ഹാപ്പിയായി. രണ്ടാളും അത്യാവശ്യം നല്ലൊരു സൗകര്യങ്ങളുള്ള ചെറിയ വീടെടുത്തു. രണ്ടുപേരും താമസം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ രണ്ടാമനായിട്ടുള്ള ആൾക്ക് തോന്നിപ്പോയി, ഞാൻ ഇങ്ങനെ എല്ലാ ദിവസവും കഷ്ടപ്പെടുന്നേക്കാൾ നല്ലത് കുറച്ചും കൂടെ നല്ല രീതിയിൽ എനിക്ക് പൈസ ഒഴുകി വരുന്നൊരു പൈപ്പ് ഉണ്ടാക്കിയാലോ എന്നൊരു വിചാരം. ഇത് കൂട്ടുകാരനുമായിട്ട് പങ്കുവച്ചു. അപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു, ഇപ്പോൾ കുറച്ച് പൈസ നമ്മുടെ കയ്യിൽ ഡെപ്പോസിറ്റ് വന്നിട്ടേ ഉള്ളൂ. ആ പൈസയൊക്കെ എടുത്തിട്ട് വെള്ളം കൊണ്ടുവരാൻ വേണ്ടി അവിടെ നിന്നൊട്ട് ഇവിടം വരെ പൈപ്പ് ഉണ്ടാക്കണമെങ്കിൽ എത്ര പണി വേണം, എത്ര പൈസ വേണം. ആ പണിക്ക് പോയി കഴിഞ്ഞാൽ ഈ പണി മുടങ്ങിപ്പോവും. ഉള്ള പൈസ നഷ്ടമാവുകയും ചെയ്യും, പിന്നെ വരുമാനമൊട്ട് ഇല്ലാണ്ടാവുകയും ചെയ്യും. ഇപ്പം മോനെ, ഞാൻ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള ഭ്രാന്തിനൊന്നും എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, സാരമില്ല, നിനക്ക് ചെയ്യണമെന്ന് ആഗ്രഹമില്ലെങ്കിൽ ചെയ്യേണ്ട, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഗ്രാമത്തിലേക്ക് ആ നദിയിൽ നിന്ന് വെള്ളം ഒഴുകിക്കൊണ്ടുവരാനുള്ളതായിരിക്കുന്ന പൈപ്പ് ഇടാനായി രണ്ടാമൻ്റെ ശ്രമം. അങ്ങനെ അയാൾ ദിവസവും അതിന് വേണ്ടതായിരിക്കുന്ന സാധനങ്ങൾ വാങ്ങിച്ചു, സംഘടിപ്പിച്ചു. അവിടുന്ന് വെള്ളം ഇവിടം വരെ എത്തിക്കുക എന്നുള്ളത് ദൂരം കൂടുതലുണ്ട്. ആ സാധനം കൊണ്ടുവരാന്നുള്ളത് അത്ര എളുപ്പമല്ല. നദിയിലെ വെള്ളം ഒഴുകാൻ വിധത്തിൽ താഴ്ത്തി അയാൾക്ക് കുഴിക്കേണ്ടി വന്നു. അങ്ങനെ കുറച്ചധികം നാൾ ദിവസവും 1-2 ബക്കറ്റ് വെള്ളം അയാൾ കൊണ്ടുപോകും. അന്നത്തെ ആവശ്യത്തിനുള്ള പൈസ കണ്ടെത്തും. അത് കഴിഞ്ഞ ശേഷം ബാക്കി മുഴുവൻ സമയവും അധ്വാനവും അയാൾ ആ പൈപ്പ് ഇവിടേക്ക് കൊണ്ടുവരുന്നതിൽ തന്നെ ശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഏതാണ്ട് ഒരു 5-6 മാസം അയാൾ ഫുൾ ടൈം അതിനു വേണ്ടി മാത്രം പരിശ്രമിക്കുകയാണ്. രാത്രി ലേറ്റ് നൈറ്റ് വരെ കഷ്ടപ്പെടും, പകല് വെയിലൊഴിവില്ല, കഷ്ടം മാത്രം തന്നെ, പണി തന്നെ എടുത്തുകൊണ്ടേയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ വിചാരിക്കുകയാണ്, ഇവന് ശരിക്കും ഭ്രാന്താണ്. നോക്ക്, ഞാൻ സ്വസ്ഥമായിട്ട് പൈസ വെള്ളം കൊണ്ടുവരുന്നു, ശരീരത്തിന് ഇപ്പോൾ ശീലമായപ്പോൾ ഒരു ക്ഷീണവും തോന്നുന്നില്ല, ഒരു കുഴപ്പമില്ല, ഇത്രയും പൈസ കിട്ടുന്ന ഇങ്ങനെ നല്ലൊരു പണി വിട്ടിട്ട് ഇങ്ങനെ ഒരു ഭ്രാന്തിന് വേണ്ടി ഇവൻ ഇരിക്കണ്ടല്ലോ എന്നൊക്കെ അവൻ കളിയാക്കി പറഞ്ഞു. പക്ഷെ അവനൊന്നും കേട്ടില്ല. അങ്ങനെ പൈപ്പ് ഗ്രാമത്തിലെത്തി അവൻ്റെ പരിശ്രമം പൂർണ്ണമായിട്ട് സക്സസ്ഫുള്ളായി പൈപ്പ് തുറന്നു വെള്ളം വന്നപ്പോൾ അവൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിപ്പോയി. കാരണം ഈ ഒഴുകി വരുന്നത് വെറും വെള്ളമല്ല, ഈ ഒഴുകി വരുന്നത് പൈസയാണ് എന്നവനറിയാമായിരുന്നു. ആളോട് പറഞ്ഞു, നിങ്ങൾക്ക് എത്ര ബക്കറ്റ് വെള്ളം വേണോ തരാം. അവൻ ഒരു ദിവസം 10 പ്രാവശ്യം പോയിട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കും ഒരു ദിവസം 50-60 ബക്കറ്റ് വെള്ളം, എത്ര വെള്ളം വേണോ എത്ര വെള്ളം ഒരു ദിവസം അവൻ വിൽക്കാൻ തുടങ്ങി. 6 മാസം കൊണ്ട് കഷ്ടപ്പെട്ട് അവൻ ഉണ്ടാക്കിയ പൈസ ഒരു ദിവസം കൊണ്ട് ഈ പൈപ്പിൽ നിന്ന് ഇവൻ ഉണ്ടാക്കാൻ തുടങ്ങി. അവൻ ഉറങ്ങുകയാണെങ്കിൽ പോലും എടുത്തു കൊടുക്കാൻ ഒരാളെ ഏൽപ്പിച്ചു. ഉറങ്ങുമ്പോഴും വരുമാനം, ഉണർന്നിരിക്കുമ്പോഴും വരുമാനം, റെസ്റ്റ് ചെയ്യുമ്പോഴും വരുമാനം, എന്ത് ചെയ്യുമ്പോഴും വരുമാനം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ കാരണം ഇത് തന്നെയാണ്. ജീവിതത്തിൽ സ്ഥിരമായിട്ട് നമുക്ക് നിങ്ങൾ ഉറങ്ങുമ്പോൾ പോലും പൈസ ഒഴുകി വരുന്ന രീതിയിലൊരു കാര്യം വേണമെങ്കിൽ ആദ്യം നമ്മൾ സെക്യൂർഡ് ആയിക്കൊണ്ട് കുറച്ച് പൈസ നമുക്ക് തുടങ്ങാനുള്ള പൈസ കണ്ടെത്താൻ വേണ്ടി എന്തെങ്കിലും ചെറിയ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് പൈസ ഡെപ്പോസിറ്റ് ചെയ്യണം. ആ ഡെപ്പോസിറ്റിന് പൈസ ആയിക്കഴിഞ്ഞ ശേഷം ഒരു കംഫർട്ട് സോണിൽ അത്യാവശ്യം
ചില കുഴപ്പമൊന്നുമില്ലാതെ ജീവിക്കാനുള്ള ഒരു പൈസ വരുമാനമുണ്ട്, ചെറിയ ചെറിയ ഡെപ്പോസിറ്റ് എനിക്ക് ഉണ്ടാക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിക്കാൻ തുടങ്ങിയ ഒരു ദിവസം എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു, ആ നോർമൽ റൂട്ടിൽ നിന്ന് നമുക്ക് മാറേണ്ട ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ ഉള്ള ഡെപ്പോസിറ്റ് വളരെ വേഗം തീരുകയും ചെയ്യും, കഷ്ടതയുടെ ജീവിതം ആരംഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വന്നുകൊണ്ട് കുറച്ച് നമുക്ക് നിലനിൽപ്പിന് തുടങ്ങാനുള്ള ഒരു എമൗണ്ട് ഉണ്ടാക്കത്തക്ക രീതിയിൽ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഡെയിലി അവനവൻ്റെ ചിലവിനുള്ള കുറച്ച് പൈസ കണ്ടെത്തി ബാക്കി സമയം ബാക്കി ഡെപ്പോസിറ്റിനെ സ്ഥിര വരുമാനം ഉണ്ടാക്കുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു ലോങ് ടേം ആയിരിക്കുന്ന ഒരു പ്രൊസീജിയറിന് വേണ്ടി ഉപയോഗിച്ച് അങ്ങനെ എന്തെങ്കിലും ഒരു എഫേർട്ടിൽ വേണ്ടി ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് അതിന് സ്ഥിര വരുമാനമാക്കാനുള്ളതായിരിക്കുന്ന ഒരു ബുദ്ധി കാണിക്കുമ്പോഴേ ഉറങ്ങുമ്പോഴും നമുക്ക് പൈസ വരും. ഒരു പക്ഷേ അതിനു വേണ്ടി 6 മാസം പൈപ്പ് വെള്ളത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതാണ്. ജീവിതത്തിൽ 6 വർഷം നിങ്ങൾക്ക് പരിശ്രമിക്കേണ്ടി വന്നേക്കാം. പക്ഷെ ആ 6 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സമയത്തും ജീവിതത്തിൽ നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ എന്ന് പറഞ്ഞ് വരാൻ തുടങ്ങി ഇത് ഞാൻ സുഖിക്കട്ടെ എന്ന് വിചാരിക്കരുത്. ഈ ജീവിതത്തിൽ ഓരോ നിമിഷവും കംഫർട്ട് സോണിൽ മടിയനായിട്ടിരിക്കാതെ ആ കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ നടന്ന വഴികളിലൂടെ നടക്കാൻ നിങ്ങളുടെ മക്കൾക്കും തലമുറകൾക്കും ഒരു പ്രേരണയാവും. ജീവിതം എന്തൊക്കെ സാഹചര്യങ്ങൾ മാറി മറിഞ്ഞു വന്നാൽ പോലും നിങ്ങൾ പ്രയാസം കൂടാതെ ജീവിക്കാനുള്ള ഒരു സുഖം ജീവിതത്തിൽ കണ്ടെത്തുകയും ചെയ്യും. അതുകൊണ്ട് ആദ്യത്തെ ആ എഫേർട്ടിൻ്റെ കാലഘട്ടത്തിൽ അധിക വരുമാനം അപ്പം കിട്ടുന്ന സുഖം മാത്രം നോക്കാതെ പെർമനൻ്റ് ആയിരിക്കുന്ന ഒരു ഫ്ലോ ഉണ്ടാവുന്ന രീതിയിലുള്ള ഒരു പ്ലാനിങ് ചെയ്യണം. അതിനുവേണ്ടി നിങ്ങളുടെ ഫീൽഡ് എന്താണെങ്കിലും തിരഞ്ഞെടുത്ത് ആദ്യത്തെ ഡെപ്പോസിറ്റിന് വേണ്ടി ശ്രമിക്കണം. പിന്നെ ഡെയിലി റൂട്ടീൻ കടന്നു പോകാനുള്ളതായിരിക്കുന്ന ചെറിയൊരു വരുമാനം ഉണ്ടാക്കത്തക്ക ഒരു കാര്യം ചെയ്തു വെക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വലിയ പ്രൊജക്റ്റിലൂടെ മുന്നോട്ട് പോകുമ്പോഴേ വലിയ സുഖം അനുഭവിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ലക്ഷ്യം വലുതാവുമ്പോൾ മാത്രമേ വലുതായിരിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആ രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. നിങ്ങളുടെ കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് സുഖത്തിൻ്റെ ഗോളത്തെ തകർത്തുകൊണ്ട് അധ്വാനത്തിലൂടെ സംതൃപ്തി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ മടിയെത്തുന്ന അസുരനെ കൊന്നുകളഞ്ഞുകൊണ്ട് ജീവിതത്തിൽ സദാ സുഖവും വിജയവും നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കാം. ഓം ശാന്തി. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.